നമസ്കാരം. അദാനിയും സർക്കാരും വഴിപിരിയുകയാണോ? രാവിലെ മുതൽ കേൾക്കുന്ന ചില ആശങ്കകളാണ് ഇന്നത്തെ റിപ്പോർട്ടിന് ആധാരം. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ഒരു പത്രവാർത്തയാണ് നമ്മളെയൊക്കെ ഇന്നലെ ആശങ്കയിലാഴ്ത്തിയത്. അവ്യക്തതയാണ് കാരണം. എന്തായാലും ഒരു പത്രക്കുറിപ്പ്, ഒരു പത്രവാർത്ത ഇങ്ങനെയായിരുന്നു: വിഴിഞ്ഞം, കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ, കണ്ണൂർ എന്ന് ബ്രാക്കറ്റിൽ തുറമുഖങ്ങളുടെ നടത്തിപ്പ് PPP മാതൃകയിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ആകാമെന്ന് ചൂണ്ടിക്കാട്ടി മാരിടൈം ബോർഡ് സംസ്ഥാന സർക്കാരിന് കത്ത് നൽകി. എന്ന് പറഞ്ഞാൽ നമ്മുടെ തുറമുഖം ഉൾപ്പെടെ പുതിയ PPP ഓപ്പറേറ്ററിനെ കണ്ടുപിടിക്കാൻ ആലോചിക്കുകയാണോ? കഴിഞ്ഞ നിരവധി വർഷങ്ങളായി, 30 ഞാൻ എപ്പോഴും പറഞ്ഞാൽ ചിലപ്പോൾ പ്രേക്ഷകർക്ക് ബോറടിക്കുന്നത് കൊണ്ട് അത് പറയുന്നില്ല, വിമാക്കുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ച ആളുകൾക്ക് തന്നെ ആശങ്കയായി. ഇതെന്താണ് സംഭവിക്കുന്നത്? PPP നമ്മുടെ തുറമുഖം ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ആകെ കൺഫ്യൂഷനായി. അപ്പൊ ഞാൻ ചില ആളുകളോട് ചോദിച്ചു, ഈ വാർത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? നിങ്ങൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാൾ അതിശയമായി. ഇത് നമ്മുടെ മദർ പോർട്ട് ഉൾപ്പെടെ പെടുന്നതാണോ ഈ പുതിയ നീക്കം എന്ന് ശ്രീ മോഹൻകുമാർ, ഞങ്ങളോടൊപ്പം 30-35 വർഷം പ്രവർത്തിച്ച ആൾക്ക് തന്നെ സംശയമായി. ഇത് മദർ പോർട്ട് ഉൾപ്പെടെയാണോ ഈ പുതിയ നീക്കം? രണ്ടാമത്തേത് അരുൺ, വളരെയധികം സജീവമായ വിഷയം നേരിടുന്ന ആളാണ്. വിഴിഞ്ഞം PPP മോഡൽ ആണല്ലോ, നിലവിലുള്ള പദ്ധതി തന്നെ PPP മോഡൽ ആണല്ലോ, ഡിസൈൻ, ബിൽഡ്, ഫിനാൻസ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. ഇപ്പോൾ എന്തിനാ ഇങ്ങനെ ഒരു ഒഫീഷ്യൽ ലെറ്റർ? പിന്നെ എന്തിനാണ് ഒരു പുതിയ ഒഫീഷ്യൽ ലെറ്റർ? ആകെ കൺഫ്യൂഷനാണ്. ഈ മോഹൻകുമാറിനോടൊപ്പം കൊല്ലത്ത് നിന്നും നിരവധി സമരങ്ങളിൽ പങ്കെടുത്ത ശ്രീ ആന്റണി ജോൺ, അദ്ദേഹത്തിന് തന്നെ അത്ഭുതമായി. ഈ വാർത്ത വായിച്ചിട്ട് അദ്ദേഹത്തിന് തന്നെ അത്ഭുതമായി. അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം. ഈ വാർത്ത വായിച്ചിട്ട് ഞാനും ആകെ അന്തം വിട്ടുപോയി. ഈ വിഴിഞ്ഞത്ത് അദാനിയുടെ തുറമുഖം അല്ലാതെ ഇനി വേറൊരു തുറമുഖം കൂടെ ഉണ്ടെന്നുള്ള രീതിയിലാണ് ആ പത്രത്തിൽ ആ വാർത്ത കണ്ടത്. അപ്പോൾ ആ തുറമുഖം ഇങ്ങനെ വേറെ പ്രൈവറ്റ് സെക്ടറിന് കൊടുത്താൽ അത് അദാനിയുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് വരത്തില്ലേ? അത് ആകെ പിന്നെ പ്രശ്നങ്ങളാകത്തില്ലേ? എന്താ ഇതിന്റെ അർത്ഥം? മൊത്തത്തിൽ കൺഫ്യൂഷനാക്കി, ആളുകളെ മൊത്തത്തിൽ കൺഫ്യൂഷനാക്കി. അടുത്തത് ശ്രീ അരവിന്ദം നിരവധി സമരമാർഗങ്ങളിൽ വിമാക്കിനോടൊപ്പം ഉണ്ടായിരുന്നയാളാണ്. അരവിന്ദിന്റെ സംശയവും കൂടി കേൾക്കാം നമുക്ക്. ഇവര് മൊത്തത്തില് കൺഫ്യൂഷൻ ആക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഇത് നമ്മുടെ പോർട്ടിന്റെ പേര് ഒന്നാമത്തെ കൺഫ്യൂഷൻ. ഏതെങ്കിലും ഒരു പ്രൈവറ്റ് പാർട്ടി വരുവാണെങ്കിൽ ഒന്നുകിൽ അവര് ട്രിവാൻഡ്രം ഉപയോഗിക്കും, അല്ലെങ്കിൽ വിഴിഞ്ഞം തന്നെ ഉപയോഗിക്കും. മൊത്തത്തിലൊരു കൺഫ്യൂഷൻ വരും. ഇതാണ് ഇന്നലെ ഒരു ദിവസം സെയിലിംഗ് കമന്ററിക്ക് പൊറുതിയില്ലാതായി പോയി. എത്രത്തോളം ആളുകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ട അവസ്ഥ വന്നു ഈ ഒരു വാർത്ത. ഇത് എഴുതുന്നവർക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? എന്താണ് അവരുദ്ദേശിച്ചതെന്ന് വ്യക്തമാണോ? അവരുദ്ദേശിച്ചതിന്റെ നേരെ വിപരീതമാണ് നാട്ടുകാർക്ക് മനസ്സിലായതെന്ന് ഇത്രയും പ്രതികരണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഒരു കേരള മാരിടൈം ബോർഡാണ് ഈ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവരുടെ ഇന്റേണൽ നടത്തിപ്പൊക്കെ എങ്ങനെയാണെന്ന് അറിയാമല്ലോ. അവിടുത്തെ കഥകൾ അത് ഇനിയൊരു അവസരത്തിലാക്കാം. അവിടുത്തെ കഥകളൊക്കെ വളരെ വിചിത്രമാണ്. എന്തായാലും ഈ പറയുന്ന PPP മാതൃകയിൽ അപ്പൊ അദാനി എന്ത് ചെയ്യാൻ പോകണം? അദാനി എല്ലാം കൂടി തിരിച്ചു തരാൻ പോവുകയാണോ? ദേവിയത് മാരിടൈം ബോർഡിന്റെ ചെയർമാൻ ഇതൊന്ന് വ്യക്തമാക്കണം. വിഴിഞ്ഞം എന്ന് പറയുന്നത്, വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് എന്ന് പറയുന്ന ഒരു പോർട്ടാണ് ഇവിടെ ഉള്ളത്. ആ പോർട്ട് നിങ്ങൾ വീണ്ടും PPP ആക്കാൻ പോവുകയാണ്. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഉടമസ്ഥാവകാശം, അധികാരം, ഭൂമി, തുറമുഖം തുടങ്ങിയവയെല്ലാം സർക്കാരിൽ നിലനിർത്തി നടത്തിപ്പിന് സ്വകാര്യ പങ്കാളിത്തം കൂടി ഉറപ്പാക്കുന്നതാണ് PPP മോഡൽ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി ഉടച്ചു വാർക്കാൻ തീരുമാനിച്ചു കേരള മാരിടൈം ബോർഡ്.
ബെസ്റ്റ് ബോഡിയാണ്. കേരളത്തിലെ മാരിടൈം രംഗം ഇത്രയും എന്താണ് പറയുക, ഇലക്ട്രിക് കളർ ശോഭയോടെ പ്രവർത്തിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മാരിടൈം ബോർഡ്. അവരിതേ അദാനിയെ തന്നെ പുറത്താക്കി നേരിട്ട് ഏറ്റെടുക്കാൻ പോവുകയാണ്. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നൊക്കെ എല്ലാം കൂടി ഒരു ക്ലസ്റ്ററായിട്ട് കൊടുക്കാൻ തീരുമാനിക്കുകയാണെന്ന് തോന്നുന്നു മാരിടൈം ബോർഡ്. വിഴിഞ്ഞം, കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ, കണ്ണൂർ എല്ലാം മൊത്തത്തിൽ ഒരാളെ ഏൽപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ചരക്ക് യാത്രാ ഷിപ്പിംഗ് ഓപ്പറേഷൻ ഏജൻസികളെ കൊണ്ടുവരുന്നതിനും തുറമുഖത്ത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും സ്വകാര്യ പങ്കാളിത്തം അനിവാര്യമാണെന്നും ഇതിന് സർക്കാർ സംയുക്ത ഇടപെടൽ ഗുണം ചെയ്യുമെന്ന് മാരിടൈം ബോർഡ് വിശദീകരിക്കുന്നു. അപ്പോ ഇത്രയും നേരം വായിച്ചതിൽ നിന്ന് എന്റെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് എന്ത് മനസ്സിലായി? ഈ വിഴിഞ്ഞം ഉൾപ്പെടെ ഇറച്ചി വിലയ്ക്ക് തൂക്കി വിൽക്കാൻ പോവുകയാണോ? ഇതാണ് നാളിതുവരെ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംവിധാനങ്ങളുടെ അതിന്റെ ഒരു വ്യത്യാസമില്ലായ്മ. എത്രയോ കാലമായിട്ട് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇവിടുത്തെ ചെറുപ്പക്കാർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. മന്ത്രിയെ കാണുന്നു, MD കാണുന്നു. ഈ പേര് ദയവ് ചെയ്ത് നിങ്ങളൊന്ന് മാറ്റണം. മൊത്തത്തിൽ ഈ തൊട്ടടുത്ത് താമസിക്കുന്നവർക്ക് പോലും അവ്യക്തതയാണ്. 30 വർഷം പ്രവർത്തിച്ചവർക്ക് പോലും അവ്യക്തതയാണ്. ഇതെല്ലാം കൂടിക്കുഴഞ്ഞു കിടക്കുകയാണ്. വിഴിഞ്ഞം എന്ന് പറയുന്ന 2 തുറമുഖമുണ്ട് ഇപ്പോൾ. ഒന്ന് പഴയ ഫിഷിംഗ് ഹാർബർ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ക്രൂ ചേഞ്ച് നടത്തിക്കൊണ്ടിരുന്ന തുറമുഖം. 2 പുതിയ അന്തർദേശീയ തുറമുഖം അദാനി ഇന്റർനാഷണൽ സീപോർട്ട്. ഇങ്ങനെ 2ന് കൃത്യമായ വേർതിരിവുണ്ടെന്നും ഒന്ന് VIZ എന്നുള്ള ചുരുക്കപ്പേരിലാണ് അന്തർദേശീയ സമൂഹം IMO ഉൾപ്പെടെ ഉള്ളവർ VIZ എന്ന് പറഞ്ഞ് നാമകരണം ചെയ്തിട്ടുണ്ട്. ആ പേരിൽ വ്യത്യാസം വരുത്തണമെന്ന് ആവശ്യപ്പെടുന്നതായിരുന്നു IMO TRV എന്ന് പറയുന്ന പേര് നൽകിയത്, എന്ന് പറയുന്ന ചുരുക്കെഴുത്ത് നൽകിയത്. TRV എന്ന് പറയുന്നത് ട്രിവാൻഡ്രമാണ്. അപ്പൊ 2 പോർട്ടാണ്. ആദ്യത്തെ പോർട്ട് വിഴിഞ്ഞം എന്നുള്ള പേരിൽ തന്നെ നിലനിർത്തി, രണ്ടാമത്തെ പോർട്ടിന് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സീപോർട്ട് എന്ന പേര് നൽകണം എന്ന് വർഷങ്ങളായി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. വർഷങ്ങളായി ഇവിടെ ഒരു പേര് പുതുക്കി നിശ്ചയിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ നിവേദനം നൽകിയിരുന്നു. ഒരു ഐഡന്റിറ്റി കൊണ്ടുവരണം, ഒരു പ്രൊജക്ടിന് ഒരു ഐഡന്റിറ്റി കൊണ്ടുവരണം, ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സീപോർട്ട്. അത് നൽകാതെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് തിരുവനന്തപുരം ഒന്നാക്കി വാൽകഷ്ണത്തിൽ ജില്ലയെ ഒതുക്കി. അതിന്റെ ഗതികേടാണ് ഇപ്പോ ഇറച്ചി വിലയ്ക്ക് വിഴിഞ്ഞത്തെ തൂക്കി വിൽക്കാനും അദാനിയിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്ന തരത്തിൽ പ്രതീതി ഉണ്ടാക്കാനും കേരള മാരിടൈം ബോർഡ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം മൊത്തത്തിൽ കൺഫ്യൂഷനാക്കിയത്. ദയവ് ചെയ്ത് സർക്കാർ ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഇത് 2 തുറമുഖമായിട്ടാണ്. ലോകം മുഴുവൻ ആ വേർതിരിവുണ്ട്, നമുക്ക് മാത്രം ആ വേർതിരിവില്ല. ഒരെണ്ണം VIZ എന്ന് പറഞ്ഞ് ഇപ്പോഴും കപ്പലുകൾ വരുന്നുണ്ട്. VIZ എന്ന് പറഞ്ഞ് അടിച്ച് നമ്മുടെ ട്രാക്കിങ്ങിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു വ്യത്യാസം കൃത്യമായി വരുത്തി തലസ്ഥാനത്തെ ബ്രാൻഡ് ചെയ്യുന്ന തരത്തിൽ ഇനിയെങ്കിലും നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനം എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ വിഴിഞ്ഞത്തെ വീണ്ടും ഇറച്ചി വിലയ്ക്ക് തൂക്കി വിൽക്കേണ്ടി വരും. ഈ ഭരണത്തിന്റെ പല തട്ടുകളിലിരിക്കുന്ന ചെയർമാൻമാർക്ക് ഈ 2 വ്യത്യാസവും ഇപ്പോൾ ബോധ്യമാകുന്നില്ല. സർക്കാരിനെങ്കിലും അത് ബോധ്യമായില്ലെങ്കിൽ നാളെ ഇത് വലിയ വലിയ കുരുക്കുകളിലോട്ടും നിയമപ്രശ്നങ്ങളിലോട്ടും പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടുത്തെ ചെറുപ്പക്കാർ ഇപ്പോൾ ഞങ്ങള് വയസ്സന്മാർ നേരത്തെ ഇത് ആവശ്യപ്പെട്ട് തളർന്നു. ഇനി പുതിയ തലമുറയെങ്കിലും ഇത് വളരെ സജീവമായി ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ ബ്രാൻഡിംഗ് എന്ന് പറയുന്നത് വെറുതെ തമാശയ്ക്ക് ഒരു പേര് മാറ്റി ഞങ്ങളെന്തോ കൂടിയ ആളുകളാണെന്ന് കാണിക്കാനുള്ള ഒരു ശ്രമമല്ല. ഇത് ബ്രാൻഡിംഗ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് വിമാനത്താവളമുണ്ട്, സീപോർട്ടുണ്ട്, IT പാർക്കുണ്ട്, റെയിൽവേ സ്റ്റേഷനുണ്ട്, ക്രിക്കറ്റ് സ്റ്റേഡിയമുണ്ട്, മറ്റനുബന്ധ സൗകര്യങ്ങളുണ്ട്, മാളുകളുണ്ട്. ഇതെല്ലാം ഉള്ള ഒരു സ്ഥലമാണെന്ന് അറിയുമ്പോഴാണ് ആഗോളതലത്തിൽ അവിടെ സന്ദർശിക്കാനും അവിടെ നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നതിനെ കുറിച്ചും അവർ ചിന്തിക്കുകയുള്ളൂ. സിംഗപ്പൂർ എന്ന് പറയുന്ന ഒറ്റ പേരിലാണ് എൻ്റെയർ ഇൻവെസ്റ്റ്മെന്റ് അവിടെ വന്നിരിക്കുന്നത്. ദുബായ് എന്നുള്ള പേര്, ജബലലി പോർട്ട് എത്ര പേർക്കറിയാം? എല്ലാവരും ഉപയോഗിക്കുന്നത് ദുബായ് പോർട്ട് എന്നുള്ളതാണ്, അബുദാബി പോർട്ട് എന്നുള്ളതാണ്, സിംഗപ്പൂർ പോർട്ട് എന്നുള്ളതാണ്, റോട്ടർഡാം പോർട്ടാണ്, ഈ ഹോങ്കോങ് പോർട്ട് എന്നാണ്, ഷാങ്ഹായ് തുറമുഖം എന്നാണ്. അപ്പൊ എല്ലാം ആ നഗരങ്ങളുടെ പേരിൽ ബോധപൂർവം അതാത് ഭരണാധികാരികൾ അത് മനഃപൂർവ്വം ആ പേരിൽ തന്നെ അറിയപ്പെടണം എന്ന് തീരുമാനിക്കുന്നതിന് വളരെയധികം പ്രയോജനമുണ്ട്. ഇനി ഒരു ഉദാഹരണം കൂടി ചോദിച്ചോട്ടെ ബഹുമാനപ്പെട്ട വലിയ ബുദ്ധി രാക്ഷസന്മാരോട്. അദാനി എന്താണ് AVPPL, അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് പേര്. 40 വർഷം കഴിയുമ്പോൾ
അദ്ദേഹത്തിന്റെ കരാർ അവസാനിപ്പിച്ചു. പുതിയ ഒരു കമ്പനിക്ക് കൊടുക്കുന്നു, ഒരു സിംഗപ്പൂർ പോർട്ടുമായിട്ട് കരാർ ഒപ്പിടുന്നു. അല്ലെങ്കിൽ ഇന്നിപ്പോൾ എടുത്തിരിക്കുന്ന MSC, ലോകത്തിലെ ഏറ്റവും കൂടുതൽ പോർട്ടിന്റെ ഉടമയാണ് ഇപ്പോൾ MSC. MSCക്കാണ് ഈ പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അന്നേരം നിങ്ങൾ ഏത് പേരിലായിരിക്കും ഈ പോർട്ട് അറിയപ്പെടുക? കഴിഞ്ഞ 40 വർഷവും അദാനി വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ പരസ്യ ബ്രാൻഡിംഗ് ചെലവഴിച്ചവർ ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം മാച്ചു കളഞ്ഞിട്ട് MSC വിഴിഞ്ഞം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് മാറ്റുമോ? അപ്പോൾ എല്ലാ കാലത്തും ഒരു സ്ഥാപനത്തിന് ഒരു പേരുണ്ടാവണം. ആ പേര് സ്ഥിരമായിരിക്കണം, സ്ഥായിയായിരിക്കണം. എന്ത് മാറിയാലും പ്രവർത്തിപ്പിക്കുന്നവർ ആര് വന്ന് പ്രവർത്തിപ്പിച്ചാലും ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് എന്നുള്ള പേര് എല്ലാ കാലത്തും സ്ഥിരമായിരിക്കണം. അങ്ങനെ ചെയ്യാതിരിക്കുന്നവർ ചരിത്രത്തിൽ ആ പാപഭാരം പലതവണ ഏറ്റുപറയേണ്ടി വരും. ഇന്നലെ സെലിംഗമന്ത്രി അവതരിപ്പിച്ച കണ്ടല്ലോ, കേരളത്തിലെ വളരെ പ്രശസ്തനായ ഒരു വ്യക്തി ചെയ്ത പാതകം ജനങ്ങൾ അധിക്ഷേപിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഇമേജ് മുഴുവൻ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഇതുപോലെ ഇത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടവർ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ വിചാരണ ചെയ്യപ്പെടും, സംശയമില്ല. ഇനി ഈ ബ്രാൻഡിങ്ങിന്റെ ആവശ്യകത എന്താണെന്ന് കേന്ദ്രത്തിൽ 10, 30, 35 വർഷത്തോളം ഉയർന്ന തസ്തികയിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിൽ പ്രവർത്തിച്ച ശ്രീ G. അശോക് കുമാർ അദ്ദേഹത്തിന്റെ വാദം നിരത്തുന്നു. I strongly support the demand to make Vizhinjam Port as Trivandrum Port. This is required to brand Trivandrum as an international destination and also to ensure the growth of Trivandrum and its nearby surrounding areas, and to leverage the business opportunities port can bring in. Signing off, Elias John.